ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് someone very 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 special. കാരണം ഈ സിനിമയുടെ ആഘോഷത്തിനായിട്ട് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇതിന്റെ ഓഡിയോ ലോഞ്ചിനായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ എത്തി നിൽക്കുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും 2022 തിരിച്ചു പോകുന്നു. ഇദ്ദേഹത്തിന് ഇതൊരു 5-6 വർഷത്തിന്റെ സ്വപ്നമാണ്. And this is about this one man behind. So ladies and gentlemen, ഞാൻ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. കാരണം ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. പക്ഷെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു സിനിമ ജനനം കൊള്ളുന്നത് ഒരാളിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ത്രെഡ്, ഒരു ഐഡിയ അത് ഉത്ഭവിക്കുന്നത് ഒരാളിലാണ്. And that is from where that art is born. അങ്ങനെ നോക്കുകയാണെങ്കിൽ when we take a look at JSK, where was this born എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, it is all about this one man. അദ്ദേഹത്തിന്റെ 5-6 വർഷത്തെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. ആൻഡ് ഇനി ദിവസം 5-6 അല്ല, അതിന് കൂടുതലുണ്ടെന്ന്. ഓ അവിടെ ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റ്, 5-6 അല്ല, കണക്ക് തെറ്റിയത്. So ladies and gentlemen, സ്വാഗതം ചെയ്യാം റൈറ്റർ ഡയറക്ടർ പ്രവീൺ നാരായണൻ. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്ന് ഈ ഒരു സിനിമ അതിന്റെ ആഘോഷത്തിനായിട്ട് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുമ്പോൾ ദിവസങ്ങൾ മാത്രം അത് തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ളപ്പോ he is the man behind, the master brain behind പ്രവീൺ ചേട്ടാ. എനിക്കറിയാം ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും എക്സൈറ്റഡ് പ്രവീൺ ചേട്ടനായിരിക്കും. ഇത്രയും വർഷങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അതും സുരേഷ് ചേട്ടൻ വരുന്നു ഓൺ ബോർഡ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സിനിമയെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പ്രവീൺ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ടാണ്. സോ പ്ലീസ്. Hi, good evening to you all. JSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ താങ്ക് യു ഓൾ. നെർവസാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റാർട്ടബിളുണ്ട്. എന്നാലും സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു സിനിമ എൻ്റെ ഒരു ഏകദേശം ഒരു 10 ദിവസത്തിന് സിനിമ റിലീസാകാൻ പോകണം. അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെ പറ്റി ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് സിനിമ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. ജാനകി ഇന്നീ നിമിഷം വരെയും അടുത്ത ഒരു 8-10 ദിവസം കൂടെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. എഡിറ്റർ, ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടർ, അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട്. അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്കകം ഈ സിനിമ നിങ്ങളുടേതായി മാറുവാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക്. അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അനുവിൻ്റെ അടുത്ത് പോകാൻ തന്നെ ഉള്ളൊരു കാരണം അതാണ്. കാരണം ഇതൊരു പാനിന്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട്, ശരിക്കും 2018 എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ പകച്ചിരുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺ രാജൻ ഒരു വലിയൊരു ഭീമമായ എമൗണ്ട് എൻ്റെ കയ്യിൽ വെച്ച് എന്നിട്ട് പറഞ്ഞു, എടാ ഇത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിനിമ ആദ്യത്തെ സിനിമ അങ്ങനെ പോയി, സാരമുള്ള കാര്യമല്ല, നീ സിനിമ ചെയ്യ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എൻ്റെ പുറകിൽ നിന്ന് എന്നെ ബാക്കപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്നീ നിമിഷം വരെ എൻ്റെ എല്ലാ ചെലവുകളും, അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുന്ന ഒരാളാണ് കിരൺ രാജ്. അപ്പോൾ ആദ്യം ഞാൻ നന്ദി പറയുമ്പം അതിൽ ഭയങ്കര വിഷമകരമായ ഒരു സംഭവം കൂടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വാൻസ് കിട്ടുന്ന ചാനാശ്ശേരി പുഴവാത അമ്പലത്തിന് മുമ്പിൽ വെച്ചാണ്. അത് തരുന്നവൻ്റെ അമ്മയാണ്. പക്ഷേ ഞങ്ങളുടെ എന്തോ ദൗർഭാഗ്യത്താൽ അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്ന അമ്മയായിരുന്നു, ഈ കഥ ആദ്യം അറിയുന്ന അമ്മയായിരുന്നു. അപ്പൊ ഈ സിനിമ ഇവിടെ സംസാരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കോടികളുടെ കിലുക്കത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ സംസാരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ്. കാരണം ചേട്ടനോട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ഇരിക്കുന്ന അങ്ങേയറ്റം തൊട്ട് എവിടം വരെ എത്തിയിരുവന്നിരിക്കുന്നേ അറിയില്ല. എങ്കിലും ഈ സിനിമയെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുകളുടെ പേര് ഞാൻ ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു അവസരം എനിക്കിത് കിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് ഞാൻ ആദ്യം നടക്കുന്ന സമയത്ത് ഒരുപാട് കാലഘട്ടം കുറച്ചുകൂടെ സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് കരുതുന്നു. അപ്പം ആദ്യം ഈ സിനിമയിലേക്ക് ഇത് ഒരുപാട് പേരിലൂടെ കടന്നു വന്നൊരു സിനിമയാണ്.
ഒരു സ്റ്റേജിൽ ഈ സിനിമ നടക്കാതാകുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്ക് ജയവിഷ്ണു കടന്നു വരുന്നുണ്ട്, മുനീറൊക്കെ കടന്നു വരുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു വംശ. അപ്പം ഒരുപാട് പേരിലൂടെ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ കറക്റ്റ് ചെയ്ത് പല കാലങ്ങളിൽ പല രീതിയിൽ മാറ്റപ്പെട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലുള്ള ഒരുപാട് പേരുടെ വീടുകളിൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം. കാരണം സിനിമയ്ക്ക് അങ്ങനെ ഒരു ജാതകമുണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കയറി വരാൻ ഒരുപാട് പാടാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് നീ ഈ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന രണ്ടുപേരാണ്. ഒന്ന് സുരേഷ് ഏട്ടനും രണ്ട് അനുപമയും. അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഈ സിനിമയ്ക്ക് ഡേറ്റ് തന്നത് കൊണ്ടാണ് സിനിമ യാഥാർത്ഥ്യമാവുന്നത്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. എൻ്റെ ഈ സിനിമയിൽ സുരേഷിന്റെ അടുത്തേക്ക് എത്തിച്ച സൈത്തേട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും പറഞ്ഞു തീരില്ല. കാരണം അമ്മാതിരി യാത്രകൾ ഞാൻ സൈത്തേട്ടനോട് തിരുവനന്തപുരത്തിന് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ സിനിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കടന്നു വന്ന് ഈ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം എൻ്റെ കൈ പിടിക്കാൻ കാരണക്കാരനായ അജ്മൽ, ജീവൻ നാസർക്ക, തുടർന്ന് അവരിലൂടെ എത്തിച്ചേർന്ന ഫരീന്ദ്രകുമാർ, മോഹനേട്ടൻ, അവസാനം പല സന്ദർഭങ്ങളിൽ നിന്ന് പോയ പല ഘട്ടത്തെങ്കിലും ദേവദൂതനെ പോലെ കയറി വന്ന്, അല്ലെങ്കിൽ നമ്മൾ തീർക്കൂട എന്ന് പറയുന്നത് കൈപിടിച്ച ആളാണ് ട്രീപ്പിങ്ങിന്റെ സുജിത്തേട്ടൻ, സൂപ്പർ ഗുഡ് ഫിലിംസ്, ഗോകുലം മൂവീസ്. എനിക്ക് എല്ലാവരോടും നന്ദി പറയാനാണ്. മാധവ്, ഓരോ സന്ദർഭങ്ങളിലും മാധവ്, അസ്കര, വൈഷ്ണവി, മേധ, ഷഫീർ, എല്ലാവരോടും ഒരുപാട് തവണകളിൽ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ലൊക്കേഷനിലെല്ലാം. അതെല്ലാം 27-ാം തീയതി കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം. എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ യാത്ര ഇന്ന് ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തമാണ്. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു അനുപമ, ശ്രുതി, എവരിബഡി, താങ്ക് യു ഓൾ. This is actually very beautiful. കാരണം ഇത് സത്യം പറഞ്ഞാൽ I don't know if it was a venue to say thank you to everybody. കാരണം ഇന്ന് ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമല്ല. It is actually going to be there on screen on 27. പക്ഷെ അതിനുശേഷം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു കല അത് എന്തും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. And you are a creator of it. പക്ഷെ ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരുടെയും പേരെടുത്ത് അവർക്ക് നന്ദി പറഞ്ഞ ആ ഒരു റൈറ്റർ, ഡയറക്ടർ, ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് എ ഹ്യൂജ് സക്സസ്. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം കട്ടക്ക് നിന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കാരണം ഇത് തന്നെയായിരിക്കും, അല്ലേ? സോ വൺസ് അഗൈൻ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ആൻഡ് ഒരു കാര്യം ഞാൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന്റെ ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിൽക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും റോഹിൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് ഓർമ്മകളുണ്ടാവും, പക്ഷെ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഈ സിനിമയെ കുറിച്ച്, JSKയെ കുറിച്ച് റോഹിൻചേട്ടനുള്ള ഒരു ഓർമ്മ എന്താണ്? ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഇതിനെ പറ്റി പറയുമ്പോൾ എന്റെ സേതുചേട്ടന്റെ പേര് ഞാൻ അറിയാതെ പെട്ടെന്ന് വിട്ടുപോയി. അറിഞ്ഞുകൊണ്ടല്ല, സേതുചേട്ടൻ ഈ സിനിമയുടെ എന്താ പറയുന്നത് നട്ടല്ലാണ്. അത് വരും കാലങ്ങളിൽ സിനിമ അറിയട്ടത്, അതാണ് നല്ലത്. ഏത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. എങ്ങനെയുള്ള ഓർമ്മയാണ്? ഫണ്ണായിട്ടുള്ളതാണോ വിഷമകരമായിട്ടുള്ളതാണോ? ഫണ്ണായിട്ടുള്ള ഓർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഷംജിത്തക്കയുടെ എഡിറ്ററുടെ കൂടെ ഞങ്ങൾക്കൊരു രാഹിലുണ്ട്, സ്പോട്ട്. പറഞ്ഞപ്പോഴേ പറഞ്ഞ ചിരി തുടങ്ങി. രാഹില് ശരിക്കും രാഹിലിവിടെ ഇല്ല, ഉണ്ടായിരുന്ന കാണിക്കായിരുന്നു. അപ്പൊ ഈ സ്പോട്ട് എഡിറ്റർ എല്ലായ്പ്പോഴും ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഇതിലൊരു പ്രത്യേക സീക്വൻസ് തൃശ്ശൂര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 മണി വരെയുള്ള ഷൂട്ട്. അപ്പൊ അനുവിന് പെട്ടെന്ന് തിരിച്ചു പോകണം. ഓർക്കുന്നുണ്ടായിരിക്കും ബേക്കറി സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മഴ വരുന്നു, ആകെ അലമ്പാകുന്നു, പലരും പല വഴിക്ക് പോകുന്നു. കുറെ മഴ വന്നതോടെ കംപ്ലീറ്റ് പിരിഞ്ഞുപോയി. പിരിഞ്ഞിട്ട് ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നുള്ളത് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. എന്നാൽ ഓക്കെ, ബ്രേക്ക് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പൊ ടൂറിസ്റ്റ് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പരിപാടി എല്ലാവരും പായ്ക്കപ്പ് പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാർ പോയി സ്പോട്ടിട്ട് രാഹിലിനെ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാണ് വരേണ്ടത്. അപ്പൊ ഞാൻ അഖിലിനോട് ചോദിച്ചു, അഖിലെ രാഹിൽ എന്ത് ചേട്ടാ കണ്ടിട്ട്? തിരിച്ചു പോയി ഞങ്ങൾ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ആളെ കണ്ടില്ല. പക്ഷെ മഴ വന്നപ്പോൾ പാവം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട, ബസ്സായി കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ആ ബസ് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 11 മണി 12 മണിയാകുമ്പോഴും സ്പോട്ടിട്ട് വന്നത്. അപ്പൊ എപ്പോഴും ഓർക്കും തിരിഞ്ഞു നോക്കും. ഞാൻ എപ്പോഴും എനിക്ക് ചിരി തോന്നുന്നൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ മഹാനിപ്പ് നമ്മുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എവിടെ ഒന്ന് കൈവക്കി കാണിച്ചു, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അല്ല, ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നല്ലതാ എന്തായാലും. പക്ഷെ നമ്മുടെ സ്പോട്ട് എഡിറ്റർക്ക് നമ്മളൊരു കൈയടി കൊടുക്കട്ടെ എന്തായാലും. അങ്ങനെ പോയി ആലപ്പുഴയ്ക്ക് കണ്ടിട്ട് തിരിച്ചു വന്നില്ല. താങ്ക്സ് a lot for sharing it with us. സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തായാലും തിരിച്ചു വിടുന്നില്ല. ബിക്കോസ് നമ്മുടെ സിനിമയുടെ ആ ഒരു ബാക്ക് ബോൺ, മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ്, I want
him to be there with us. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് is again someone really special. ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തു. I want you with us. And ഇപ്പോ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു സോങ് കണ്ടു. ആ സോങ്ങിലും നമ്മൾ ഈ മുഖം കണ്ടു. ഇനി നമ്മൾ എല്ലാവരും സിനിമ സ്ക്രീനുകളിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ്. He is young, he is charming, he got an amazing voice. And എനിക്കിത് വളരെ സ്പെഷ്യൽ ആണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടാ നമ്മൾ പാപ്പന്റെ ഇവന്റ് ചെയ്യുന്ന ടൈമിൽ I was here and we had vocal. So ഇന്ന് we have Madhav. So ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ let's invite Madhav Suresh to please do come and join us. ഒരുപാട് പ്രതീക്ഷകൾ ഇൻഡസ്ട്രി ഓഫ് മൂവീസ്, especially the way he talks. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. കൊച്ചി come on. Madhav, hi. Hope you're doing good. And either have you had a stage like this before? First of all, thank you Kochi, thank you everybody who showed up here. ഈ JSKയുടെ നമ്മുടെ ഇവന്റ് ഒരു ഗ്രാൻഡ് ഇവന്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും മാത്രമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് മേക്കിംഗ് ദിസ് എ ഗ്രാൻഡ് ഇവന്റ്. തീർച്ചയായിട്ടും. So have you ever had such an event before, like being on stage, or is this like the first time with a വലിയൊരു audience? Been on stage once or twice. Once or twice, okay. It's quite overwhelming. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട് ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും. It is quite overwhelming, but again, everything's an experience, right? Very true, very true. So how was this experience of coming to Suresh a movie to Dad's movie and then being a part of it, and now all set for it to come onto the screen? എല്ലാവരും അത് കാണാൻ പോകുന്നു. How are you anticipating it? ഇത് ഞാൻ Dad's movie എന്ന് പറയുന്നതിന് മുന്നേ I have to say this is Praveen Narayan's movie. This is yes. It's his hard work ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള. അതിന്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. എത്രമാത്രം ഒരു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് it's pretty evident for all of us. I've known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen Chetta, you deserve the best, and I hope JSK does that for you. Yes, and let me ask you one thing. Okay, so which is your favorite character of? Let's keep the dad thing aside. The favorite character played by Suresh Gopi. Bharat Chandran IPS. Oh, okay. കമ്മീഷണർ എന്ന സിനിമയല്ല, ഭരത് ചന്ദ്രൻ IPS എന്ന സിനിമയിലെ ഭരത് ചന്ദ്രൻ. For very personal, emotional reasons, that's my favorite movie of Achan's. Can we know the very specific reason? Being super specific. ആ ഒരു സിനിമയിലെ ക്യാരക്ടർ എന്തുകൊണ്ടാണ്? There's an exact reason why I said it's personal, so I'll keep that to myself and my family. Okay, you wanted to stay personal. Okay, so and are we going to see you in something like that in future, such kind of roles? Adano something what you're looking forward to, or something different? സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. വണ്ടി കേൾക്കുന്നില്ല. ഒരു കയ്യടി കിട്ടി. എല്ലാവരും ആണ് എന്നെ അവിടെ എത്തിക്കേണ്ടത്. സോ hopefully you guys do that. Yes, and so you're going to be here. ഇനി ഈ സിനിമകളിൽ ഞങ്ങൾ എല്ലാവരും കാണാനായി ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ് undoubtedly, and but then that is also your dream, is it? You're up for it? It was never really my dream to become an actor. It's something that came along because of the very Suresh Gopi tag. So is it like you're compelled to be? Are you like compelled to be? Mandate ആയി വന്നതാണോ? Mandatory ഒന്നുമല്ല, നമുക്ക് നമ്മളെ തേടി വരുന്ന ഒരു അവസരം ബഹുമാനിക്കണം. So considering my father is a superstar in this industry, the opportunity came to me easy, but it's up to me to prove my caliber. Like I said, I'm working on it. I have to get better. And hopefully one day they will receive me the levels to which they've received them. I think Madhav, there is one thing that we should say. കാരണം Madhav പല സ്ഥലത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ചേട്ടനാണ് കുറെ കൂടെ അച്ഛനെ പോലെ റിസെംബ്ലിങ് ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ let me tell one thing, when it comes to the way you talk, that's pretty much like him. Our wordplay, our confidence, the way he puts it forward. So yes, you got that for sure.
Yes, so thanks a lot, and you're going to be going to stay back. So now I would like to invite someone again, really special for me as well, because for Nerte, like you know, Rajat, you told you're from Thrissur. I told I'm also from Thrissur. You told Anu is also from Thrissur, and we are all set to invite that one person. And ഏകദേശം 10 വർഷത്തെ കഥ പറയാനുണ്ടല്ലേ, right? And it's been like those many years that we have met. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്, and the same year. So the thing is, I really have these memories. ഞങ്ങൾ ഒരുമിച്ച് മറ്റേ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ with that തേനീച്ച കൂട് പോകുന്ന ഹെയർ നോക്കി കമന്റ് അടിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. So we were right behind on the same bus doing the comments. But then, ladies and gentlemen, ഒരു മലയാള സിനിമയിൽ 10 വർഷങ്ങൾക്ക് മുൻപ് മേരി എന്ന ക്യാരക്ടറിൽ തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹീറോയിൻ ആയി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അനുപമ പരമേശ്വരൻ. Yes, how are you? Yes, so let's have the mic and എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. and എനിക്കറിയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും ഞാൻ വിചാരിച്ചു. അല്ല അങ്ങനെയല്ല, പണ്ട് മലയാളം നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എന്റെ മലയാളത്തിന് വേണ്ടി പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നു മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്ട് ചെയ്തിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. ആ ഹാർട്ട് ഇസ് ജാനകി, ആൻഡ് ദാറ്റ് ജാനകി വാസ് ക്രിയേറ്റഡ് ബൈ യു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. താങ്ക് യു സോ മച്ച്, ആൻഡ് യു ഡിസർവ് ദ ബെസ്റ്റ്. സെക്കൻഡ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശി പട്ടണം, അതുപോലെ സമ്മറിൻ ബന്ധുഹേം എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിന്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിലെ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിംഗും ആയിരുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് ഷെഡ്യൂളിൽ അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും, സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കുക. ബട്ട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എൻ്റെ ഈ മുന്നിലിരിക്കുന്ന അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായി. ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ദെയർ. രാജേഷ് ഏട്ടനും ഞാൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ് സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. I really hope that we can work together again someday. And thank you all, lots of love. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. Thank you for this. Thank you to the entire audience for all the support. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രോളിങ് കോളും, പക്ഷെ കൊല്ലരുത്, അത്രയേ ഉള്ളൂ. അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കുന്നു പറയാൻ പറ്റും. I should say this, ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളവരെ വിമർശനങ്ങൾ കേട്ടപ്പോൾ
ഇപ്പോ ഇത്രയും വലിയൊരു സിനിമയിൽ when you're telling it's his art, it's his creation undoubtedly, പക്ഷേ when we talk about the name JSK എന്ന് പറയുമ്പോൾ Janaki, it's your story and you are more like a face to it now. So how do you find this journey? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം you're also back to നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. So how do you find that growth? ഇറ്റ് ഫീൽസ് സറിയൽ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കരിയറിൽ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്ന് പറയില്ല. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ, എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ, പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത്, ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ്. ആ ധൈര്യം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കും. എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത്. അത് തന്നെ എൻ്റെ വലിയൊരു എന്നെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. സോ നൗ being this, I feel proud of myself. I feel thankful to everyone. എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് to be what I am today. So thank you to everyone. How do you feel to be a Indian super naika now? അയ്യോ അങ്ങനെയൊന്നല്ല. I don't think like we have a lot of names to tell like that, especially ഒരു മലയാളിയെ കുറിച്ച് നോക്കുമ്പോൾ ഒരു തെന്നിന്ത്യൻ സൂപ്പർ നായിക എന്ന് പറയുമ്പോൾ we are actually very proud about that. We're very proud to say that. അങ്ങനെയൊന്നുമില്ല. താൻ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. Okay, so anyway, I think we should say thanks a lot for coming back and being a part of Malayalam movie again. So thank you.